അപ്പൊ ഞാൻ ജസ്റ്റ് ഐ നീഡ് ഇമേജ് ഓഫ് എ പേഴ്സൺ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാം എവിടെ ഒരു പരിചയമില്ലാത്ത നമുക്ക് ഒരു ഫീമെയിലിന്റെ ഒരു ഇമേജ് വിത്ത് എന്തോ റാൻഡം AI തന്നെ തീരുമാനിച്ചിട്ട് AI തന്നെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ആ ഫീമെയിലിന്റെ ഔട്ട്ഫിറ്റും AI തന്നെ തീരുമാനിച്ചു. അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷൻ കാര്യങ്ങളെല്ലാം AI തന്നെ തീരുമാനിച്ച് നമുക്കൊരു ഇമേജ് ഉണ്ടാക്കി തന്നൂലെ. ബട്ട് നമുക്കത് ചിലപ്പോ അങ്ങനത്തെ ഒരു ഇമേജ് ആയിരിക്കില്ല നമ്മുടെ മനസ്സിൽ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനത്തെ മനസ്സിൽ ഉദ്ദേശിച്ച ഇമേജസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ കുറച്ചുകൂടി ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ആഡ് ചെയ്ത് തന്നെ കൊടുക്കണം. അപ്പൊ അത് ഇമേജ് സ്റ്റാൻഡിങ് ഓൺ എ ബീച്ച്, അതായത് ഒരു മനുഷ്യൻ ഇമേജിൽ ഒരു ബീച്ചിൽ നിൽക്കുന്നു. അതും 6 സമയത്ത് ഒരു സൺസെറ്റ് സമയത്താണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പേഴ്സൺ ഈസ് എ മിഡിൽ ഏജ്ഡ് മാൻ, അതായത് ഒരു മധ്യവയസ്കനായിട്ടുള്ള ഒരു പുരുഷനാണ്. അതായത് മധ്യവയസ്കൻ എന്ന് പറഞ്ഞാൽ ഒരു 30-35 വയസ്സുള്ള ഒരു പുരുഷനാണ്. വിയറിങ് എ ബീച്ച് ഔട്ട്ഫിറ്റ്, അതായത് ബീച്ചിൽ പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ ഒരു ചെറിയ ഷർട്ടോ അല്ലെങ്കിൽ ചെറിയ ട്രൗസറോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും നമ്മൾ ബീച്ചിലൊക്കെ പോകുന്നത്. അപ്പൊ അത് തന്നെ ബീച്ച് ഔട്ട്ഫിറ്റ് ഇട്ടിട്ടായിരിക്കും നിൽക്കേണ്ടത്. പിന്നെ ചുറ്റും കുറച്ച് ആൾക്കാരും വേണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ വേറെ സറൗണ്ട് വിത്ത് സം പീപ്പിൾ ആൻഡ് ഹി ഈസ് വിയറിങ് എ സൺഗ്ലാസ് along with his dog. അതായത് ആളൊരു സൺഗ്ലാസും വെച്ചിട്ടുണ്ട്, പിന്നെ കൂടെ അയാളുടെ പട്ടിയുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ഇനി കിട്ടുന്ന ഇമേജ് നമുക്ക് എങ്ങനെയാ നോക്കാം അല്ലെ. അത് നിങ്ങക്ക് റിസൾട്ട് കണ്ടാൽ മനസ്സിലാവും. നമ്മ കുറച്ചും കൂടി കാര്യങ്ങൾ ഒന്നുകൂടി കൺട്രോൾ ചെയ്തു. മനസ്സിലായ? പിന്നെ ഇതും പോരാ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആണോ, അതായത് അയാളുടെ സ്കിൻ ടെക്സ്ചർ, പിന്നെ അതുപോലെ തന്നെ ആളുടെ എന്താ പറയാ ക്ലോത്തിന്റെ ടെക്സ്ചർ, ക്ലോത്തിലെ ഡിസൈൻ, അത്ര സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പ്രോംപ്റ്റ് കൊടുക്കേണ്ടി വരില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയാ ഒരു സംഭവമാണ് നമുക്ക് ഈ പറയുന്ന മാതിരി ചാറ്റ് ജി പി ടി എല്ലാവരുടെയും ഫോണിൽ ഇൻസ്റ്റാൾഡ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ജസ്റ്റ് ചാറ്റ് ജി പി ടി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ചാറ്റ് ജി പി ടി സെർച്ച് ചെയ്തിട്ട് ചാറ്റ് ജി പി ടി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓറൽസ് നിങ്ങൾക്ക് ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്തിട്ട് ചാറ്റ് ജി പി ടി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലോഗിൻ എന്ന ഓപ്ഷൻ ഉണ്ട്. വിത്തൗട്ട് ലോഗിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ ലോഗിന്റെ ഓപ്ഷൻ അവിടെ നോക്കിയാണെങ്കിൽ നിങ്ങളുടെ ഇമെയിൽസും കാര്യങ്ങളൊക്കെ കാണാം. വിത്തൗട്ട് ലോഗിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് എന്നിട്ടാ പറയാ ചാറ്റ് ജി പി ടിയിൽ പ്രോംപ്റ്റും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇപ്പൊ എന്റെ ചാറ്റ് ജി പി ടി ആപ്പിൽ തന്നെ പോവാണ്. നിങ്ങൾ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ നോർമലി ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പോണത്. അപ്പൊ അതില് എന്താ പറയാ നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി നിങ്ങളുടെ ഇപ്പൊ ഈ പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, അതായത് നമ്മ ഈ ക്രിയേറ്റ് ചെയ്ത ഇമേജ് ഇതിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാം. ആളുടെ പട്ടിയുടെ ഒപ്പം ഒരു ബീച്ചിൽ സൺസെറ്റിന്റെ ടൈമിൽ ആൾക്കാർ ചുറ്റുമുണ്ട്. ബീച്ച് ഔട്ട്ഫിറ്റ്, അതായത് ഒരു ഷർട്ടും ട്രൗസറും, പിന്നെ ആളുടെ പട്ടി കാര്യങ്ങളൊക്കെ അല്ലാണ്ട്, പിന്നെ കൂളിംഗ് ഗ്ലാസും വെച്ചിട്ടുണ്ട് ആൾ. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടിയില്ല. സെക്കൻഡ് ഇമേജ് നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഷർട്ടിന്റെ കളറിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ബട്ട് കാര്യങ്ങളൊക്കെ സെയിം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഈ ഷർട്ടിന്റെ കളറ്, പട്ടിയുടെ കളറ്, ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യണമെന്ന് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് തന്നെ വേണമല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ പറഞ്ഞ മാതിരി ചാറ്റ് ജി പി ടി നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതായത് അപ്പൊ നിങ്ങൾ അടുത്ത ഒരു ഇമേജ്, ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഇമേജ് ഉണ്ടാക്കാൻ നോക്കണേ. അതായത് ഇനി അയാൾ ബീച്ചിലേക്ക് ഓടുന്ന ഒരു ഇമേജ് വേണമെന്ന് പറയുമ്പോൾ ആ ഒരു സീനിന്റെ കൺസിസ്റ്റൻസി പോവാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ആണ് തരിക. അപ്പൊ നിങ്ങൾ ചാറ്റ് ജി പി ടി ഓപ്പൺ ചെയ്യാം. എക്സ്പ്ലോർ ജി പി ടിസ് എന്ന് പറഞ്ഞ സെക്ഷനുണ്ട്. ഇവിടെ പോയിട്ട് പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കസ്റ്റമൈസ്ഡ് ജി പി ടി എന്ന് പറയും. ഫസ്റ്റ് തന്നെ കാണാം പ്രോംപ്റ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കസ്റ്റമൈസ് ജി പി ടി ഇവിടെ കാണാല്ലേ. ഇത് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചാറ്റ് കൊടുക്കുക. അപ്പൊ അതാ എന്നിട്ട് ഇതില് അപ്പൊ നമ്മുടെ കസ്റ്റമൈസ് ജി പി ടി ഓപ്പൺ ആകുന്ന ഇതിൽ ഇംപ്രൂവ് മൈ പ്രോംപ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതായത് എന്താ പറയാ നമ്മുടെ നേരത്തെ കോപ്പി ചെയ്ത പ്രോംപ്റ്റ്,
അതായത് നമ്മ ബീച്ചിലെ ആളുടെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് നമ്മ ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രോംപ്റ്റ് നമ്മുടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ പറയാം മേക്ക് ദിസ് പ്രോംപ്റ്റ് മോർ ഡീറ്റെയിൽഡ് ബൈ കൺട്രോളിങ് every elements like the person's color, texture, dog's type, dog, etc. etc. അതായത് ഈ പ്രോംപ്റ്റ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആക്കണം. അതായത് എല്ലാ എലമെന്റ്സും കൺട്രോൾ ചെയ്യണം. അതായത് പേഴ്സന്റെ ഡ്രസ്സിന്റെ കളർ, ടെക്സ്ചർ, ഡോഗ് എക്സെട്ര എല്ലാം വേണം എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് നമുക്ക് ഇതിങ്ങനെ കിട്ടും. കണ്ടോ, ഇത് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ്. ഈ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ എത്ര പ്രാവശ്യം കോപ്പി പേസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് സെയിം ഇമേജ് കിട്ടാൻ